ബഡേ ഭായ് സാഹബ് എന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. സാലാന ഇംതിഹാൻ ഹുവ, ആനുവൽ എക്സാം കഴിഞ്ഞു. ഭായ് സാഹബ് ഫെയിൽ ഹോ ഗए, ഏട്ടൻ ഫെയിലായി. മേ പാസ് ഹോ ഗया, ഞാൻ പാസ്സായി. और दर्जे में प्रथम आया, ക്ലാസ്സിൽ ഫസ്റ്റ് വന്നു. മേരെ और उनके बीच में केवल 2 साल का अंतर रह गया, എൻ്റെയും ഏട്ടൻ്റെയും ക്ലാസ്സിൽ വെറും 2 വർഷത്തിൻ്റെ ഡിഫറൻസായി മാറി. ആദ്യം 3 വർഷത്തിൻ്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നു അല്ലേ, ഇപ്പോൾ ഈ വർഷം ഫെയിലായപ്പോൾ പിന്നെ 2 വർഷത്തെയായി മാറി. ജി മേ ആയ ഭായ് സാഹബ് കോ ആടെ ഹാത്തോ ലൂ, എൻ്റെ മനസ്സിൽ വന്നു എന്താണ്, ഏട്ടനെ ആടെ ഹാത്തോ ലൂ പറഞ്ഞാൽ അതും ഒരു ഈഡിയമാണ്, മുഹാവരയാണ്. പറഞ്ഞാൽ ബലാബുറ കഹന എന്ന് പറയാം, എന്തെങ്കിലുമൊക്കെ പറയുക. അങ്ങനെ പറഞ്ഞില്ലേ ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പകരം പറയുക, അതിനാണ് ആടെ ഹാത്തോ ലൂ ലേനാന്ന് പറയാം. ആപ്കി വഹ ഘോർ തപസ്യ കഹാൻ ഗയി, നിങ്ങളുടെ ഭയങ്കരമായിട്ടുള്ള ആ തപസ്യ എവിടെ പോയി എന്നൊക്കെ ചോദിക്കാൻ തോന്നി എന്നാണ് പറയണത്. മുझे देखिए मजे से खेलता भी रहा, എന്നെ നോക്ക് ഞാൻ നല്ല രസത്തിൽ കളിച്ചുകൊണ്ടിരുന്നു. और दर्जे में अव्वल भी हूँ, ക്ലാസ്സിൽ ഫസ്റ്റും ആണ്. അവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഥം, ഫസ്റ്റ്. लेकिन वह इतने दुखी और उदास थे कि मुझे उनसे दिली हमदर्द हुई. എന്നാൽ ഏട്ടൻ ദുഃഖി ഓർ ഉദാസ് തേ, വളരെ ദുഃഖിതനായിരുന്നു, ഉദാസായിരുന്നു, അതുകൊണ്ട് വളരെയധികം സഹതാപം, മനസ്സിൽ സഹതാപം തോന്നി. ഹംദർദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പതി, വളരെ സഹതാപം തോന്നി. അങ്ങനെയൊന്നും ചോദിക്കാൻ തോന്നിയില്ല. और उनके घाव पर नमक छिड़कने का विचार ही लज्जास्पद जान पड़ा. घाव पर नमक छिड़कना എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുഃഖിക്കോ ഓർ ദുഃഖി കർണ, പറഞ്ഞാൽ ആരെങ്കിലും പ്രശ്നത്തിലിരിക്കുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ ദുഃഖിതരായിരിക്കണമെന്നുണ്ടെങ്കിൽ അതിനെ ഇനിയും കൂട്ടുക, അതിനെയാണ് ഘാവ് പർ നമക് ചിടക്കണ പറയുക. പറഞ്ഞാൽ നമ്മൾ വേർഡ് ബൈ വേർഡ് മീനിങ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഘാവ് എന്ന് പറഞ്ഞാൽ മുറിവ്, നമക് ചിടക്കണ പറഞ്ഞാൽ ഉപ്പിടുക. അപ്പോൾ മുറിവിൽ ഉപ്പിട്ട എങ്ങനെ ഉണ്ടാവും, നമുക്ക് ഇനിയും കൂടി അത് എരിയെ വേദന എടുക്കുകയൊക്കെ ചെയ്യില്ലേ, അതാണ് ദുഃഖിക്കോ ഓർ ദുഃഖി കർണ. നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്നൊക്കെ പറയും, അത് എക്സാക്റ്റ് ആയിട്ട് വരില്ല കേട്ടോ, എന്നാലും ഉള്ള പ്രശ്നത്തിനെ ഇനിയും കൂടി കൂട്ടുകയല്ലേ, അതാണ്. അപ്പോൾ അങ്ങനെ വെറുതെ ചെയ്യണ്ട എന്ന് വിചാരിച്ചു. ഓൾറെഡി വളരെ ദുഃഖിതനായിട്ടിരിക്കുകയാണ്, അപ്പോൾ ഇനിയും കൂടി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയും കൂടി ദുഃഖം തോന്നും. ലജ്ജാസ്പദ് ജാൻപട പറഞ്ഞാൽ അത് വളരെ ലജ്ജാകരമാണ് അല്ലേ, അങ്ങനെ ചെയ്യരുത് എന്ന് തോന്നി. അബ് മുझे अपने ऊपर कुछ अभिमान हुआ, എനിക്കിപ്പോൾ എൻ്റെ മേലെ തന്നെ എനിക്ക് സ്വയം അഭിമാനം തോന്നാൻ തുടങ്ങി. ഓർ ആത്മസമ്മാൻ ബി ബഡ, എൻ്റെ ആത്മസമ്മാനം പറഞ്ഞാൽ എൻ്റെ സെൽഫ് റെസ്പെക്റ്റും കൂടിപ്പോയി. ഇപ്പോൾ ഒരു കോൺഫിഡൻസ് വന്നു അല്ലേ. ഭായ് സാഹബ് കാ വഹ റോബ് മുജ് പർ ന രഹ, അപ്പോൾ ഏട്ടൻ്റെ ആ ഒരു പറഞ്ഞാൽ രോഷം കലർന്ന ഒരു അങ്ങനത്തെ ഒരു മോശമായ പെരുമാറ്റം ഇല്ലേ, പറഞ്ഞാൽ ദേഷ്യത്തിൽ പറയുന്നത്, അതൊന്നും ഇപ്പോൾ ഇല്ലാതായി. ആസാദി സെ ഖേൽകൂദ് മേ ഷരീഖ് ഹോനെ ലഗ, ഞാൻ ഫ്രീ ആയിട്ട് ഖേൽകൂദ് മേ കളിയിൽ ഷരീഖ് ഹോനെ ലഗ പറഞ്ഞാൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങി, പറഞ്ഞാൽ കളിക്കാൻ തുടങ്ങി പോയിട്ട്. ദിൽ മജ്ബൂത്ത് ഥ, മനസ്സ് നല്ല സ്ട്രോങ് ആയിരുന്നു, പറഞ്ഞാൽ നല്ല കോൺഫിഡൻസ് കിട്ടി അല്ലേ. അഗർ ഉനോനെ ഫിർ മേരി ഫസീഹത്ത് കി, എങ്ങാനും എന്നെ ഇനിയും ഉപദേശിക്കാൻ വന്നാൽ तो साफ कह दूंगा, ഞാൻ ക്ലിയർ ആയിട്ട് പറയാൻ പോവുകയാണ്. अपना खून जलाकर कौन सा तीर मार लिया, കൂൺ ജലാന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുക, നമ്മൾ പരിശ്രമം കർണ. പിന്നെ തീർ മാർന എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വേർഡിൻ്റെ മീനിങ് നോക്കുകയാണെങ്കിൽ തീർ മാർന എന്ന് പറഞ്ഞാൽ അമ്പെയ്യുക, അമ്പ് തൊടുത്തു വിടുക എന്നൊക്കെ പറയില്ലേ, അതാണ്. പക്ഷേങ്കിൽ അതും മുഹാവരയാണ്. തീർ മാർന എന്ന് പറഞ്ഞാൽ ബഹോത് ബഡാ കാം കർണ എന്നാണ്, എന്തോ വലിയ കാര്യം സാധിക്കുക അല്ലെങ്കിൽ വലിയ കാര്യങ്ങൾ ചെയ്യുക എന്നല്ലേ, അതിനെയാണ് തീർ മാർന എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ്, ഇനിയും എന്നെ ഉപദേശിക്കാൻ വന്നാൽ ഞാൻ ചോദിക്കും എന്താണ്, ആപ്നെ അപ്ന ഖൂൻ ജലാക്കർ, താങ്കളുടെ ഖൂൻ ജലാക്കർ പറഞ്ഞാൽ ഇത്രയും പരിശ്രമിച്ചിട്ട് കോൺ സാ തീർ മാറില്ല, എന്ത് നേടി എന്നൊക്കെ ചോദിക്കില്ലേ നമ്മളതാണ്. എന്നിട്ട് ഇപ്പം എന്തായി എന്ന് ഞാൻ ചോദിക്കും എന്ന് വിചാരിക്കുകയാണ്, പക്ഷെ ചോദിച്ചിട്ടില്ല. മേ തോ കേൽത്തെ കൂത്തെ ദർജെ മേ അവൽ ആഗ്യ, ഞാൻ കളിച്ച് രസിച്ചുകൊണ്ട് തന്നെ ക്ലാസ്സിൽ ഫസ്റ്റ് വന്നു. ജബാൻ സെ യ ഹേക്കടി ജത്താനെ കാ സാഹസ് ന ഹോനെ പർ ബി, വായ കൊണ്ട് ഇത് പറയാനുള്ള സാഹസ് ന ഹോനെ പർ, ധൈര്യമില്ലാഞ്ഞിട്ട് കൂടി, ഹേക്കടി ജത്താന എന്ന് പറഞ്ഞാൽ ഭയങ്കര ജാട കാണിച്ച് പറയുക, അപ്പോൾ അങ്ങനെയൊന്നും പറയാനുള്ള ധൈര്യം ഇല്ലാഞ്ഞിട്ട് കൂടി, മേരെ രംഗ് ഡങ്ക് സെ സാഫ് ജാഹിർ ഹോത്താ താക്കി, എൻ്റെ ഭാവത്തുനിന്ന്, രംഗ് ഡങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കാണുമ്പോൾ എൻ്റെ ഭാവത്തുനിന്ന്, സാഫ് ജാഹിർ ഹോത്താ താ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും, കി ഭായ് സാഹബ് കാ വഹ ആതങ്ക് മുജ് പർ നഹീ താ, ഭായ് സാഹബ് കാണിക്കണ പോലെ, ഏട്ടൻ കാണിക്കണ പോലെയുള്ള ആ ടെററിസത്തിനെ പോലെ, ആതങ്ക് എന്ന് പറഞ്ഞാൽ ടെറർ പറഞ്ഞാൽ ഭയങ്കര ഭയഭീതമായിട്ടുള്ള, പറഞ്ഞാൽ എന്നും വഴക്ക് പറയുകയൊക്കെ ചെയ്യില്ല, അങ്ങനെ ആ ആതങ്ക്, ആ തരത്തിലുള്ള സ്വഭാവം മുജ് പർ നഹീ താ, എനിക്കുണ്ടായിരുന്നില്ല, എനിക്ക് അങ്ങനെയൊന്നും കാണിക്കാൻ കഴിയില്ലായിരുന്നു. ഭായ് സാഹബിനെ ഇസെ ഭാപ്ലിയ, ഭായ് സാഹബ് അത് മനസ്സിലാക്കി, ഏട്ടൻ അത് മനസ്സിലാക്കി. ഭാപ്ലിയ എന്ന് പറഞ്ഞാലും ഈഡിയം തന്നെയാണ്, ജാൻലിയ എന്ന് പറയുക.
ഉൻകി സഹജ് ബുദ്ധി ബഡി തീവ്രത്തി, അദ്ദേഹത്തിൻ്റെ നാച്ചുറലായിട്ടുള്ള ബുദ്ധി, മനസ്സിലാക്കാൻ കഴിവുള്ള ബുദ്ധി ബഡി തീവ്രത്തി, നല്ല തീവ്രമായിരുന്നു. और एक दिन जब मैं भोर का सारा समय गुल्ली डंडे की भेंट करके ठीक भोजन के समय लौटा, ഒരു ദിവസം ഞാൻ ഭോർ കാ സാരാ സമയം എന്ന് പറഞ്ഞാൽ അതിരാവിലെ, ഭോർ എന്ന് പറഞ്ഞാൽ അതിരാവിലെ മുഴുവൻ സമയവും ഗുല്ലി ഡണ്ട കളിച്ചിട്ട്, ഗുല്ലി ഡണ്ടേക്ക് ഭേണ്ട്, ഭേണ്ട് എന്ന് പറഞ്ഞാൽ മീറ്റിംഗ്, പക്ഷേ ഇവിടെ ഗുല്ലി ഡണ്ടേക്ക് ഭേണ്ട് എന്ന് പറഞ്ഞാൽ ഗുല്ലി ഡണ്ട കളിച്ചിട്ട് ठीक भोजन के समय लौटा, ഭക്ഷണം കഴിക്കേണ്ട ആ സമയത്താണ് തിരിച്ചെത്തിയത്. तो भाई साहब ने मानो तलवार खींच ली. തൽവാർ കീഞ്ചന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യുദ്ധ കെലിയെ തയ്യാർ റഹന എന്നാണ് അർത്ഥം. പക്ഷേ ഇവിടെ യുദ്ധമല്ല, ഇവിടെ വഴക്കടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വഴക്ക് പറയാൻ വേണ്ടിയിട്ട് റെഡിയായിരിക്കുക എന്നർത്ഥം. ലഡ്നേക്കോ തയ്യാർ റഹന എന്ന് പറയാം ഇവിടെ. അപ്പോൾ ഭായ് സാഹബ് അവിടെ വഴക്ക് പറയാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കുമായിരുന്നു. ഓർ മുജ് പർ ടൂട്ട് പടേ, എൻ്റെ മേലെ പൊട്ടിത്തെറിച്ചു. ടൂട്ട് പടേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പൊട്ടിത്തെറിച്ചു വരിക ദേഷ്യം കൊണ്ട്. ദേഖ്താ ഹൂँ, നോക്കട്ടെ. ഇസ് സാൽ പാസ് ഹോ ഗേ, ഈ വർഷം പാസ്സായി. ഓർ ദർജെ മേ അവൽ ആ ഗേ, ക്ലാസ്സിൽ ഫസ്റ്റ് വന്നു. തോ തുമേ ദിമാഗ് ഹോ ഗയാ ഹേ, നിനക്കപ്പം എന്താ ബുദ്ധി വന്നു എന്നാണോ, നിനക്കെല്ലാം അറിയാമെന്നാണോ ഭാവം. മഗർ ബൈജാൻ, എന്നാൽ ബൈജാൻ ആരെയാണ് വിളിക്കുന്നത്? ചെറിയ ഭായിയെ, നമ്മുടെ റൈറ്ററിനെയാണ് വലിയ ഭായി സാഹബ് വിളിക്കുന്നത്. ബൈജാൻ കേട്ടോ, ഗവൺമെൻറ് തോ ബഡേ ബഡേ കാ നഹി രഹ, അഹങ്കാരം വലിയ വലിയ ആൾക്കാരുടെ ഇല്ലാതായിട്ടുണ്ട്. തുമാരി ക്യാ ഹസ്തി ഹേ, നീ എന്താണ്? ഹസ്തി എന്ന് വെച്ചാൽ ഒരു പേഴ്സണാലിറ്റി, വ്യക്തിത്വം. അപ്പം നീ ആരാണ്? ഇതിഹാസ് മേ രാവൺ കാ ഹാൽ തോ പടാ ഹി ഹോഗ, ഇതിഹാസത്തിൽ അഥവാ ചരിത്രത്തിലെ രാവണൻ്റെ അവസ്ഥ നീ വായിച്ചിട്ട് തന്നെ ഉണ്ടാവും. ഉസ്കെ ചരിത്ര സേ തുമ്നെ കോൺ സാ ഉപദേശ് ലിയ, ആ ചരിത്രത്തിൽ നിന്ന് നീ എന്ത് ഉപദേശമാണ് മനസ്സിലാക്കിയിട്ടുള്ളത്? ഞാൻ യോഹി പടുകയെ, ഇങ്ങനെ വെറുതെ വായിച്ചതാണോ എന്താ നീയെ? മെഹജ് ഇംതിഹാൻ പാസ് കർലേന കോയി ചീസ് നെഹി, വെറുതെ പരീക്ഷ പാസ്സാവുക എന്നുള്ളത് ഒരു വലിയ കാര്യമൊന്നും അല്ല. അസൽ ചീസ് ഹേ ബുദ്ധി കാ വികാസ്, അസ്ലി ചീസ് ഹേ ബുദ്ധി കാ വികാസ്, ശരിയായിട്ടുള്ള കാര്യമാണ് ബുദ്ധിയുടെ വികാസം. ജോ കുച്ച് പഠോ ഉസ്കാ അഭിപ്രായം സംജോ, എന്ത് പഠിക്കുക എന്നുണ്ടെങ്കിലും അതിൻ്റെ അഭിപ്രായം മനസ്സിലാക്കൂ, അതിനെപ്പറ്റി മനസ്സിലാക്കൂ. രാവൺ ഭൂമണ്ഡൽ കാ സ്വാമി ഥ, രാവൺ ഈ ഭൂമണ്ഡലത്തിലെ പറഞ്ഞാൽ ഈ ബ്രഹ്മാണ്ടത്തിലെ എന്ന് പറയാം ഈ സ്വാമിയായിരുന്നു. ऐसे രാജാവും കോ ചക്രവർത്തി കേത്തെ ഹേ, അങ്ങനെയുള്ള രാജാക്കന്മാരെ എന്താ പറയുക? ചക്രവർത്തി എന്ന് പറയും. ഇതൊക്കെ ആരാ പറയണത്? വലിയ ഏട്ടൻ നമ്മുടെ റൈറ്ററിന് പറഞ്ഞു കൊടുക്കുകയാണ്. പറഞ്ഞാൽ നീ മനസ്സിലാക്കിയ കാര്യങ്ങളൊന്നും അല്ല, അതല്ലാണ്ട് ഒരുപാട് വലിയ വലിയ കാര്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കണം. ആജ് കൽ അംഗ്രേസോ കെ രാജ്യ കാ വിസ്താർ ബഹുത് ബഡാ ഹുവാ ഹേ, ഈയിടെയായിട്ട് ബ്രിട്ടീഷുകാരുടെ രാജ്യം അവരൊരുപാട് എക്സ്റ്റെൻഡ് ചെയ്തു. വിസ്താർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് അവർ എക്സ്റ്റെൻഡ് ചെയ്തു, ഒരുപാട് അവരുടെ കയ്യിലാക്കി, അതിൻ്റെ അർത്ഥം. പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്, അറിയോ നിനക്ക് എന്നൊക്കെ പറയണം. പർ ഇനി ചക്രവർത്തി നഹി കേ സക്തെ, എന്നാൽ അവരെ ചക്രവർത്തി എന്ന് പറയാൻ പറ്റില്ല നമുക്ക്. സംസാർ മേ അനേക രാഷ്ട്ര അംഗ്രേസോ കാ ആധിപത്യ സ്വീകാർ നഹി കർത്തെ, ഈ ലോകത്തിലെ ഒരുപാട് രാജ്യങ്ങൾ ഇംഗ്ലീഷുകാരുടെ അല്ലെങ്കിൽ ഈ ബ്രിട്ടീഷുകാരുടെ ആധിപത്യം പറഞ്ഞാൽ അവരുടെ അണ്ടറിൽ ഇരിക്കാൻ അവർക്ക് സ്വീകാര്യമല്ല മറ്റുള്ള രാഷ്ട്രങ്ങൾക്ക്. ബിൽക്കുൽ സ്വാധീൻ ഹെ, അവരെല്ലാം ഇൻഡിപെൻഡൻ്റ് ആണ്, പറഞ്ഞാൽ ബ്രിട്ടീഷുകാരിൽ നിന്നും തികച്ചും ഇൻഡിപെൻഡൻ്റ് ആണ്. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്, പിന്നെയും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാവൺ ചക്രവർത്തി രാജാത്ത, രാവൺ ഒരു ചക്രവർത്തിയായിട്ടുള്ള രാജാവായിരുന്നു. സംസാർ കെ സഭി മഹീബ് ഉസേ കർ ദേത്തേ ഥേ, മഹീബ് എന്ന് പറഞ്ഞാൽ രാജാവ്, പറഞ്ഞാൽ പിന്നെ രാജാക്കന്മാരിലും രാജാവിനെയാണ് ചക്രവർത്തി എന്ന് പറയാം. അപ്പോൾ ഈ ലോകത്തെ ബാക്കിയുള്ള രാജാക്കന്മാരെ, മഹീബ് രാജാക്കന്മാരെല്ലാം ഉസേ കർ ദേത്തേ ഥേ, രാവണന് കരം കൊടുക്കുമായിരുന്നു, ടാക്സ് കൊടുക്കുമായിരുന്നു. ബഡേ ബഡേ ദേവത ഉസ്കി ഗുലാമി കർത്തേത്തെ, വലിയ വലിയ ദേവതമാരും രാവണൻ്റെ സ്ലേവ്സ് ആയിരുന്നു. ഗുലാമി കർത്തേത്തെ എന്ന് പറഞ്ഞാൽ അടിമത്വമായിരുന്നു, അടിമകളായിരുന്നു. ആഗ് ഓർ പാനി കെ ദേവത ബി ഉസ്കെ ദാസ്തേ, തീയിൻ്റെയും വെള്ളത്തിൻ്റെയും ദേവതമാരും കൂടിയിട്ട് രാവണൻ്റെ ദാസന്മാരായിരുന്നു. മഗർ ഉസ്ക അന്ത് ക്യാ ഹുവ, എന്നാൽ ഈ പറയുന്ന രാവണൻ്റെ അവസാനം എങ്ങനെയായിരുന്നു? ഘമണ്ഡിനെ ഉസ്ക നാമോ നിഷാൻ തക് മിഠാ ദിയ, അഹങ്കാരം ഈ രാവണൻ്റെ എല്ലാ അടയാളങ്ങളും, നാമോ നിഷാൻ, നിഷാൻ എന്ന് വെച്ചാൽ നാം എന്ന് വെച്ചാൽ പേര്, നിഷാൻ എന്ന് വെച്ചാൽ അടയാളം, എല്ലാ പേരും അടയാളങ്ങളെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും മിഠാ ദിയ മായ്ച്ചു കളഞ്ഞു. കോയി ഉസേ ചുല്ലു പാനി ദേനെ വാല അഭിനത, ആരും അദ്ദേഹത്തിന് ഈ രാവണന് ഒരു ചുല്ലു പാനി എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ കൂടി ആരും ഉണ്ടായിരുന്നില്ല, ആരും ബാക്കി ഉണ്ടായിരുന്നില്ല. ആദ്മി ഓർ ജോ കുകർമ്മ ചാഹേ കരെ, മനുഷ്യരെ എന്ത് കുകർമ്മങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണ്ടാത്ത ദുഷ്കർമ്മങ്ങൾ ചെയ്താലും
पर അഭിമാൻ ന കരെ, അഹങ്കരിക്കരുത്. അഭിമാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയുന്ന അഭിമാനം ഹിന്ദിയിൽ പറയുന്ന അഭിമാനം വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ അഭിമാനം എന്ന് പോസിറ്റീവായിട്ട് യൂസ് ചെയ്യും, പക്ഷേ ഹിന്ദിയിൽ അഭിമാൻ എന്ന് പറഞ്ഞാൽ ഏകദേശം എന്താണ്, അഹങ്കാരം എന്നുള്ള അർത്ഥമാണ്. पर അഭിമാൻ ന കരെ, പക്ഷേ അഹങ്കരിക്കരുത്. ഇത്രായേ നഹി, ഇത്രാന എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും അഹങ്കരിക്കുക എന്ന് തന്നെയാണ് അർത്ഥം. പറഞ്ഞാൽ എന്തെങ്കിലും കുറച്ച് നമ്മളുടെ കയ്യിൽ വരുമ്പോഴേക്കും നമ്മൾ അഹങ്കാരം കാട്ടില്ലേ, അതിനാണ് ഇത്രാന എന്ന് ഉദ്ദേശിക്കുന്നത്. അഭിമാൻ കിയ और दीन दुनिया दोनों से गया. അഭിമാൻ കിയ, അഹങ്കരിച്ചു, ദീൻ ദുനിയ ദോനോ സെ ഗയ. ദീൻ ദുനിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇഹലോകവും പരലോകവും എന്നൊക്കെ പറയില്ലേ, അതാണ് അർത്ഥം ഇവിടെ. അപ്പോൾ ഇഹലോകവും പരലോകവും എല്ലാത്തിനും പോയി, കഴിഞ്ഞു പണി. ഷെയ്ത്താൻ കാ ഹാൽ ബി പടാ ഹി ഹോഗ, ഷെയ്ത്താൻ്റെ അവസ്ഥയും വായിച്ചിട്ട് തന്നെ ഉണ്ടാവും. ഉസെ യഹ് അഭിമാൻ ഹുവാ താ കി, ഷെയ്ത്താന് ഈ അഹങ്കാരം മനസ്സിൽ വന്നു. എന്തെന്നാൽ ഈശ്വർ കാ ഉസ്സെ ബഡ്കർ സച്ചാ ഭക്ത് കോയി ഹേ ഹി നഹി, ഈശ്വരന് ഈ ഷെയ്ത്താനെക്കാട്ടിലും കൂടുതൽ നല്ല ഭക്തൻ, സച്ചാ ഭക്തൻ, നല്ല ഭക്തൻ ആരുമില്ല എന്നുള്ള ഒരു അഹങ്കാരം മനസ്സിൽ വന്നു. अंत में यह हुआ कि स्वर्ग से नरक में डकेल दिया गया. ലാസ്റ്റിൽ എന്തായി എന്ന് വെച്ചാൽ സ്വർഗത്തിൽ നിന്ന് നരകത്തിലേക്ക് തള്ളിയിടപ്പെട്ടു. ഡക്കേൽ ദേന എന്ന് വെച്ചാൽ തള്ളിയിടുക. ഷാഹിറൂം ने भी एक बार अहंकार किया था. ഷാഹിറൂം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോമിലെ ഏറ്റവും ലാസ്റ്റ് കിങ്. അപ്പോൾ ഷാഹിറൂമിനും ഒരിക്കലും ഒരു അഹങ്കാരം വന്നു. ഭീഖ് മാങ് മാങ് കർ മർ ഗയ, ഭിക്ഷ യാചിച്ച് യാചിച്ച് മരിച്ചുപോയി. തുമ്നെ തോ അബി കേവൽ ഏക് ദർജ പാസ് കിയാ ഹെ, നീ ഇപ്പോൾ വെറും ഒരു ക്ലാസ് പാസ്സായി, അത്രേ ഉള്ളൂ. ഓർ അഭി സെ തുമാരാ സിർ ഫിർ ഗയ, ഇപ്പം തന്നെ നിൻ്റെ തല തിരിഞ്ഞുപോയി. തബ് തു തും ആകെ പഠിച്ചുക്കെ, ഇനി നീ മുന്നോട്ട് പഠിച്ച പോലെ തന്നെ. യഹ് സമജ് ലോ കി തും അപ്നി മെഹനത്ത് സെ നഹി പാസ് ഹുവേ, നീ ഇത് മനസ്സിലാക്കിക്കോ, നീ നിൻ്റെ ഹാർഡ് വർക്ക് കൊണ്ട്, നിൻ്റെ പരിശ്രമം കൊണ്ടൊന്നും അല്ല നീ പാസ്സായത്. അന്തേക്കെ ഹാത്ത് ബട്ടേർ ലഗ് ഗയി, ഇത് ഒരു ഇഡിയമാണ്, ഒരു മുഹാവരയാണിത്. अंधे के हाथ बटेर लगना എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിസി മൂർഖ് വ്യക്തിക്കോ कोई कीमत चीज़ मिल जाना, പറഞ്ഞാൽ ഒരു മൂർഖായിട്ടുള്ള ഒരു ഫൂളായിട്ടുള്ള ഒരു വിഡ്ഢിയായിട്ടുള്ള ആൾക്ക് എന്തെങ്കിലും കാര്യമായിട്ടുള്ള വില പിടിച്ച സാധനം കയ്യിൽ കിട്ടുക, അഥവാ നമ്മൾ അധ്വാനിക്കാതെ അധികം പരിശ്രമിക്കുകയൊന്നും ചെയ്യാണ്ട് നമുക്ക് നല്ല ഫലം കിട്ടുക. പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ ക്ലിക്കാവുക, അത്രേ ഉള്ളൂ. പറഞ്ഞാൽ അത്രയൊന്നും യോഗ്യതയില്ലാത്ത ഒരാൾക്ക് ഒരുപാട് നല്ല ഫലം കിട്ടുക, നമ്മളത്രയൊന്നും ഡിസർവിങ് അല്ല, അതാണ് അർത്ഥം. മഗർ ബട്ടേർ കേവൽ ഏക് ബാർ ഹാത്ത് ലഗ് സക്തി ഹെ, എന്നാൽ അങ്ങനെയുള്ള ബട്ടേർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, അങ്ങനെയൊക്കെയുള്ളൊരു ചാൻസ് ഒരു പ്രാവശ്യമൊക്കെ ഇങ്ങനെ വരുള്ളൂ. ബാർ ബാർ നഹി ലഗ് സക്തി, വെറുതെ ഒന്നും അങ്ങനെയുള്ള ചാൻസ് വരില്ല. കബി കബി ഗുല്ലി ഡണ്ടേ മേമ്പി അന്താ ചോട്ട് നിശാന പട് ജാത്താ ഹെ, ചില സമയത്ത് ഗുല്ലി ഡണ്ട കളിക്കുന്ന സമയത്തും, ഗുല്ലി ഡണ്ട എന്ന് പറഞ്ഞാൽ ആ കൊട്ടും പുള്ളിയും ഇല്ലേ, വലിയൊരു വടിയും ചെറിയൊരു വടിയും കൂടി കളിക്കുന്ന ഒരു ഗെയിം, അത് കളിക്കുന്ന സമയത്തും അന്താ ചോട്ട്, അങ്ങനെ ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ആ ടാർഗറ്റ് നമുക്ക് കിട്ടും, ആ ടാർഗറ്റിൽ എത്തും. ഇസ്മേ കോയി സഫൽ ഖിലാഡി നെഹി ഹോ ജാത്ത, അതുകൊണ്ട് അതൊരു സഫൽ ഖിലാഡി, ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലെയർ ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, അതിങ്ങനെ ചില സമയത്ത് ഒരു ക്ലിക്ക് ആവും, അത്രേ ഉള്ളൂ. സഫൽ ഖിലാഡി വഹ് ഹേ ജിസ്കാ കോയി നിശാന ഖാലി ന ജായ്, സഫൽ ഖിലാഡി എന്ന് പറയുന്നത് ആരാണ്, ഒരു സക്സസ് ആയിട്ടുള്ള ഒരു പ്ലെയർ എന്ന് പറയുന്നത് ആരാണ്, ജിസ്കാ കോയി നിശാന ഖാലി ന ജായ്, ഒരു ടാർഗറ്റും കാലിയായി പോകില്ല. പറഞ്ഞാൽ എല്ലാ ടാർഗറ്റും കറക്റ്റ് സ്ഥലത്ത് കൊള്ളുന്ന, അതാണ് ഒരു കറക്റ്റായിട്ടുള്ള നല്ലൊരു ഖിലാഡി. മേരെ ഫെയിൽ ഹോനെ പർ മത് ജാओ, ഞാൻ ഫെയിലായി എന്ന് പറഞ്ഞിട്ടൊന്നും വിചാരിക്കൊന്നും വേണ്ട. മേരെ ദർജമേ ആവുകെ, എൻ്റെ ക്ലാസ്സിൽ നീ വരുന്ന സമയത്ത്, നീ വരുമല്ലോ, തോ ദാന്തോ പസീന ആ ജായക. ദാന്തോ പസീന അനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഒരു മുഹാവരയാണ്, അതിൻ്റെ അർത്ഥം കടി മെഹനത്ത് കർണ, വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ വേർഡ് ബൈ വേർഡ് മീനിങ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ദാന്ത് എന്ന് പറഞ്ഞാൽ പല്ല്, പസീന എന്ന് പറഞ്ഞാൽ സ്വെറ്റിങ്, വേർപ്പ്, അപ്പോൾ പല്ലിൽ വരെ വേർപ്പ് വരും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുക, കടി മെഹനത്ത് കർണ എന്ന് പറയാം ഹിന്ദിയിൽ. എൻ്റെ ക്ലാസ്സിൽ നീ വരുമല്ലോ, അപ്പോൾ നിനക്കും മനസ്സിലാവും, അപ്പോൾ ഇത്ര പരിശ്രമിച്ചിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ആ ജായകെ പസീന ആ ജായകെ, അങ്ങനെ ഉള്ള കണ്ടീഷൻ ആവും നിൻ്റെ എന്നാ പറയുന്നത്. ജബ് അൽജബ്ര ഓർ ജോമെട്രിക്ക് ലോഹയ്ക്ക് ചനെ ചബാനെ പടേങ്കെ, ലോഹയ്ക്ക് ചനെ ചബാന എന്നുള്ളതും ഒരു മുഹാവരയാണ്, അതിൻ്റെ അർത്ഥവും ഒരുപാട് പരിശ്രമിക്കുക തന്നെയാണ്. കഠിന സംഘർഷ് കർണ, ബഹുത് ജാദ കഠിനായിയാൻ ജയിൽന, പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുകളെ നേരിട്ട് പരിശ്രമിക്കുക.
ഒരുപാട് ബുദ്ധിമുട്ടുകളെ തരണം ചെയ്ത് വരിക. അതൊക്കെയാണ് ലോഹയ്ക്ക് ചനെ ചബാന എന്നർത്ഥം. അപ്പോൾ നമ്മൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് പേരൻസ് വളർത്തിയിരിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ പറയാം, ലോഹയ്ക്ക് ചനെ ചബായേ ഹംകോ പാലനെ കെ ലിയേ ഹമേ പാലനെ കെ ലിയേ എന്നൊക്കെ പറയാം. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ജബ് അൽജിബ്ര ഓർ ജോമെട്രിക്ക് അൽജിബ്ര ജോമെട്രിയൊക്കെ മാത്സിലെ കാര്യങ്ങളാണ് പറയണത്. അതൊക്കെ വരുന്ന സമയത്ത് എന്താണ്, ലോഹയ്ക്ക് ചനെ ചബാനെ പഠിയെങ്കിൽ അത്ര സംഘർഷം ചെയ്യേണ്ടി വരും, സ്ട്രഗിൾ ചെയ്യേണ്ടി വരും നിനക്ക്. ഇംഗ്ലിസ്ഥാൻ കാ ഇതിഹാസ് പഠന പടേക, ഇംഗ്ലീഷുകാരുടെയൊക്കെ ചരിത്രം പഠിക്കേണ്ടി വരും, ഹിസ്റ്ററി പഠിക്കേണ്ടി വരും. ബാദ്ഷാഹോं के नाम याद रखना आसान नहीं, ബാദ്ഷാഹ് ആൾക്കാരുടെ രാജാക്കന്മാരുടെയൊക്കെ പേരുകളൊക്കെ ഓർമ്മ വെക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. 8 ഹെൻറി ഹോ ഗുജറേ ഹേ, 8 ഹെൻറിമാർ വന്നു പോയിട്ടുണ്ട് പറഞ്ഞാൽ നമ്മൾ നമ്പർ 1 നമ്പർ 2 എന്ന് പറയില്ലേ ഹിസ്റ്ററിയിൽ, അങ്ങനത്തെ പേരുകളില്ലേ കുറേ, അതാണ് പറയുന്നത്. കോൺസ കാണ്ട് കിസ് ഹെൻറിക്ക് സമയമേ ഹുവ, കാണ്ട് എന്ന് വെച്ചാൽ എന്തെങ്കിലും സംഭവങ്ങൾ, അങ്ങനത്തുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഏത് ഹെൻറിയുടെ സമയത്താണ് ഉണ്ടായത്, ഏത് നമ്പറാണ് അത് യൂസ് ചെയ്യേണ്ടത്. ക്യാ യഹ് യാദ് കർ ലേന ആസാൻ സമസ്തേ ഹോ, ഇതൊക്കെ പിന്നെ ഓർമ്മിക്കുക എന്നുള്ളത്, ഇതൊക്കെ പഠിക്കുക എന്നുള്ളത് എന്താ എളുപ്പമുള്ള കാര്യമാണെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഹെൻറി 7वें की जगह ഹെൻറി 8वां ലിഖ ഓർ സബ് നമ്പർ ഗായബ്. ഹെൻറി 7 എന്നുള്ള സ്ഥലത്ത് 8 എന്ന് എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കഴിഞ്ഞു കാര്യം. എന്താ പറയുന്നത്, സബ് നമ്പർ ഗായബ്, എല്ലാ നമ്പറും പോയി. അതിൻ്റെ അർത്ഥം മാർക്ക്, ഇവിടെ നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് മാർക്ക്, എല്ലാ മാർക്കും പോയി കിട്ടി. സഫാ ചട്ട് ക്ലീൻ, എല്ലാ മാർക്കും പോയി കിട്ടി. സിഫർ ബി ന മിലേഗ, സിഫർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്ക്വാളിഫിക്കേഷൻ, ഡിസ്ക്വാളിഫൈ ചെയ്യുക. അപ്പോൾ അതും കൂടി കിട്ടില്ല, സിഫർ ബി അതും കൂടി കിട്ടില്ല. ഹോ കിസ് ഖയാൽമേ, നീ എന്ത് വിചാരത്തിലാണ് ഇരിക്കുന്നത്. ദർജനോ തോ ജെയിംസ് ഹുവേ ഹേ, ഒരു ദർജൻ എന്ന് വെച്ചാൽ ഡസൻ തന്നെയാണ് അർത്ഥം. ഒരു ഡസനോളം ജെയിംസ് ഉണ്ട്. ദർജനോ വില്യം, ഡസനോളം വില്യംസ് ഉണ്ട്. കോടിയോ ചാൾസ്, കോടി ചാൾസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഹിസ്റ്ററിയിലുള്ള ആൾക്കാരുടെ പേരൊക്കെയാണ് പറയുന്നത്. ദിമാഗ് ചക്കർ ഖാനെ ലഗ്താ ഹേ, എൻ്റെ ബ്രെയിനൊക്കെ തല തിരിയാൻ തുടങ്ങും എനിക്ക്. ആന്തി രോഗ് ഹോ ജാത്താ ഹേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രിയൊക്കെ ഇരുന്ന് പഠിച്ച് കണ്ണുകളൊക്കെ വളരെയധികം വീക്കായി പോണു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാത്ത് ഭർ പഠിക്കർ ഹോ ജാത്താ ഹേ, അതാണ് അതിൻ്റെ അർത്ഥം. ആന്തി രോഗ് ഹോ ജാത്താ ഹേ എന്ന് പറഞ്ഞാൽ രാത്ത് ഭർ പഠിക്കർ ആങ്കെ കംസോർ ഹോ ജാത്താ ഹേ, അല്ലെങ്കിൽ കണ്ണുകളൊക്കെ കേടുവരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇൻ അഭാഗോं को नाम भी न जुड़ते थे, ഇൻ അഭാഗോं को, അഭാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺഫോർച്ചുനേറ്റ്, ഭാഗ്യമില്ലാത്തവർ. പക്ഷേ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ ഒന്നും അറിയാത്തവർക്ക് എന്നാണ്. ഈ ഹിസ്റ്ററിയിൽ ഈ പേരുകളൊക്കെ, ഈ വില്യം പിന്നെ ചാൾസ് എന്നൊക്കെ പറയുന്നില്ലേ, അങ്ങനെ പേരുകൾ വെച്ചവർ, അവർക്ക് എന്താണ്, അവർക്കൊന്നും അറിയൂല. നാം ബീന ജുഡ്ത്തേത്തെ പറഞ്ഞാൽ പേരുകളും വെക്കാൻ അറിയില്ല എന്നാണ് ലേഖകൻ്റെ ബ്രദർ പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, ഏക് ഹി നാം കെ പീച്ചെ ദോയം സോയം ചാറും പഞ്ചും ലഗാത്തെ ചലേ ഗയേ, ഒരു പേരിൻ്റെ പിന്നാലെ ദോയം സോയം ചാറും പഞ്ചും പറഞ്ഞാൽ 1 2 3 4 5 അങ്ങനെ വെച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയല്ലേ ഹിസ്റ്ററിയിൽ കുറേ പേരുകൾ ഉണ്ടാവുക, അതാണ് പറയുന്നത്. മുസ്സെ പൂസ്തെ, എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 10 लाख നാം ബത്താ ദേത്ത, ഞാനൊരു 10 ലക്ഷം പേരെങ്കിലും പറഞ്ഞു കൊടുക്കായിരുന്നു. ഓർ ജോമെട്രി തോ ബസ് ഖുദാഹി പനാഹ്, ജോമെട്രി ആണെന്നുണ്ടെങ്കിൽ ഖുദാഹി പന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ തന്നെയാണ് രക്ഷകൻ, ഭഗവാൻ തന്നെ രക്ഷിക്കണം അതിനെ. ആ ബാ ജാ കി ജഗ ആ ജാ ബാ ലിഖ് ദിയ ഓർ സാരേ നമ്പർ കട്ട് ഗയെ. ആ ബാ ജാ എന്നുള്ള സ്ഥലത്ത് ആ ജാ ബാ എന്ന് എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുഴുവൻ നമ്പർ അങ്ങോട്ട് കട്ടായി പോവും, അതിൻ്റെ അർത്ഥം മാർക്ക് മുഴുവൻ കട്ടായി പോവും. കോയി ഇൻ നിർദയി മുംതാഹിനോ സെ നഹി പൂछता कि आखिर आ बा जा और आ जा बा में क्या फ़र्क है. നിർദയി പറഞ്ഞാൽ ദയയില്ലാത്ത, മുംതഹിനോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് മീനിങ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എക്സാമിനർ, മാർക്ക് ഇടുന്ന ആൾ, പരീക്ഷയ്ക്ക് മാർക്ക് ഇടുന്ന ആൾ, പേപ്പർ നോക്കുന്ന ആൾ. അപ്പോൾ എന്താ പറയുന്നത്, കൊയ് ഇൻ നിർദയി മുംതഹിനോസെ നഹി പൂസ്ത, ഈ നിർദയരായിട്ടുള്ള ഈ പരീക്ഷയ്ക്ക് എക്സാമിനറോട് ആരും ചോദിക്കില്ല എന്ത്, ആഖിർ ആ ബ ജ കെ ജഗ ആ ജ ബ മേ ക്യാ ഫറക് ഹെ, ആ ബ ജ എഴുതുന്ന സ്ഥലത്ത് ആ ജ ബ എന്ന് എഴുതിയ അപ്പം എന്താണ് വ്യത്യാസം, ഇത്രയ്ക്ക് എന്താ ആവാനുള്ളത് എന്നാരും ചോദിക്കില്ല. ഓർ വ്യർത്ഥ കി ബാത് കെ ലിയെ ക്യോ ഛാത്ര കാ ഖൂൻ കർത്തേ ഹോ, ഈ വ്യർത്ഥ കി ബാത് കെ ലിയെ പറഞ്ഞാൽ വേസ്റ്റായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തിനാണ് ഈ സ്റ്റുഡൻസിൻ്റെ ഖൂൻ കർത്തേ ഹോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോര കുടിക്കുന്നത്.
दाल बात रोटी खाई या बात दाल रोटी खाई, इसमें क्या रखा है? ദാൽ ബാത്ത് റോട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാൽ പരിപ്പ്, ബാത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ്, റൈസ് പറഞ്ഞ റൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ്, കുക്ക് ചെയ്ത റൈസ്, റോട്ടി ചപ്പാത്തി. അപ്പോൾ പരിപ്പ് ചോറ് ചപ്പാത്തി കഴിച്ചു, അത് അല്ലെങ്കിൽ ചോറ് പരിപ്പ് ചപ്പാത്തി കഴിച്ചു. ഇതിലിപ്പോൾ എന്താണ് വ്യത്യാസം? ഇസ്മി ക്യാ രഖാ ഹൈ, ഇതിലിപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും എന്താണ്, പരിപ്പുണ്ട് ചോറുണ്ട് ചപ്പാത്തിയുണ്ട്. അതിങ്ങനെ പറഞ്ഞാലും അങ്ങനെ പറഞ്ഞാലും ഇപ്പോൾ എന്താണ്, അതുപോലുള്ള വ്യത്യാസമല്ലേ ഉള്ളൂ ആ ബാജാന്ന് ഉള്ളതിൽ എന്നൊക്കെയാണ് പറയുന്നത്. മഗർ ഇൻ പരീക്ഷകോങ്കോ ക്യാ പരവാഹ, എന്നാൽ ഈ എക്സാമിനർക്ക് അതൊന്നും ഒരു കാര്യമല്ല, അവർക്ക് അങ്ങനെ തന്നെ എഴുതണം. വഹ് തോ വഹി ദേഖ്തേ ഹേ ജോ പുസ്തക് മേ ലിഖാ ഹേ, അവരെന്താ നോക്കുന്നത്, ആ പുസ്തകത്തിൽ എഴുതിയത് എന്താ വെച്ചാൽ അവരത് തന്നെ എഴുതണം, അതാണ് അവർ നോക്കുന്നത്. ചാഹത്തെ ഹേ കി ലടുക്കെ അക്ഷർ രട്ടലെ, അവരെന്താണ് ആഗ്രഹിക്കുന്നത്, അവർക്ക് വേണ്ടത് എന്താണ്, കുട്ടികൾ, ലടുക്കെ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് കുട്ടികൾ, അക്ഷർ രട്ട് ഡാലേ, ഓരോരോ അക്ഷരങ്ങളും ബൈഹാട്ട് ചെയ്യുക. ഓർ ഇസി റട്ടത് കാ നാം ശിക്ഷ രഖ് ഛോടാ ഹേ, ഈ ബൈഹാർട്ട് ചെയ്യുന്നതിനെയാണ് വിദ്യാഭ്യാസം എന്ന പേര് വെച്ചിരിക്കുന്നത്. ശിക്ഷ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, പഠിപ്പ് എന്ന പേര് കൊടുത്തിരിക്കുന്നത് ഈ ബൈഹാർട്ട് ചെയ്യുന്നതിനാണ്. ഓർ ആഖിർ ഇൻ ബേ സിർ പൈർ കി ബാത്തോ കെ പഠനെ സെ ഫായദ, അപ്പോൾ ക്വസ്റ്റ്യൻ മാർക്കാണ് അവിടെ. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, അറ്റ് ലാസ്റ്റ് ഈ തലയും കാലും ഒന്നും ഇല്ലാത്ത കാര്യങ്ങൾ പഠിക്കുന്നത് കൊണ്ട് എന്തു ഗുണമാണുള്ളത്. ഇസ് രേഖ പർ വഹ ലംബ് ഗിരാദോ, ഒരു രേഖ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലൈന്, ആ ഒരു ലൈനിൽ ഒരു ലംബ് ഗിരാദോ, ഇനി ഒരു ലൈൻ ഇടുക. ലംബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെർട്ടിക്കൽ ആയിട്ടുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ലൈൻ എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ, അതിൽ ലംബ് എന്ന് പറഞ്ഞാൽ ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു ലൈൻ ഇടുക. അപ്പോൾ എന്താവും, തോ ആധാർ ലംബ് സേ ദുഗുന ഹോഗ, ആധാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസ്, അതിൻ്റെ ബേസ് ലംബ് സേ ആ വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈനിൽ നിന്ന് ഡബിൾ ആവും. ദുഗുന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡബിൾ ആവും. പൂച്ചി इससे പ്രയോജനം, ഇതുകൊണ്ട് എന്താ പ്രയോജനം, ഇപ്പോൾ ദുഗുന നെഹി ചൗഗുന ഹോ ജായ്, ഡബിൾ അല്ല 4 ടൈംസ് 4 ടൈംസ്, ചൗഗുന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ടൈംസ് ആയാലും ആദാഹി രഹേ, അല്ല പകുതിയാണുള്ളതെന്നെങ്കിലും മേരി ബലാസെ, ഞാൻ പറയുന്നത് വെച്ചിട്ട് ലേക്കിൻ പരീക്ഷ മേ പാസ് ഹോന ഹൈ, എനിക്ക് പരീക്ഷയിൽ പാസ്സാവണം, അത്രേ ഉള്ളൂ കാര്യം. തോ യഹ് സബ് ഖുറാഫാത്ത് യാദ് കർണി പടേഗി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഈ എല്ലാ ഖുറാഫാത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യർത്ഥിക്ക് ബാത്തേ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് പഠിക്കേണ്ടി വരും. യാദ് കർണി പടുത്തി എന്ന് വെച്ചാൽ നമുക്കതെല്ലാം ഓർമ്മ വെക്കണം, പഠിക്കേണ്ടി വരും. കഹ ദിയ സമയ കി പാബന്തി പർ ഏക് നിബന്ധ ലിഖോ, പറഞ്ഞു സമയ കി പാബന്തി എന്ന് വെച്ചാൽ പങ്ക്ച്വാലിറ്റി, പാബന്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺട്രോൾ, സമയത്തിന് കൺട്രോൾ ചെയ്യുക, അതിൻ്റെ അർത്ഥം പങ്ക്ച്വൽ ആയിട്ടിരിക്കുക. പങ്ക്ച്വാലിറ്റിയിൽ ഒരു നിബന്ധ എഴുതണം, അഥവാ എസ്സേ എഴുതണം. ജോ 4 പന്നോ സെ കം ന ഹോ, അത് 4 പേജിൽ നിന്ന് കുറയാൻ പാടില്ല. അബ് ആപ്പ് കോപ്പി സാമനെ ഖോലോ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യും, കോപ്പി തുറക്കും, അതിൻ്റെ അർത്ഥം നോട്ട് ബുക്ക് തുറക്കും. കലം ഹാത്ത് മേ ലിയെ, പെണ്ണ് കയ്യിലെടുത്ത്, ഉസ്കെ നാം കോ റോയിയെ, ആ പേരും പറഞ്ഞിരുന്ന് കരയുക. കോൺ നെഹി ജാനത്ത കി സമയ കി പാബന്തി ബഹുത് അച്ചി ബാത്ത്, ആർക്കാണ് അറിയാത്തത് പങ്ക്ച്വാലിറ്റി എന്നുള്ളൊരു കാര്യം നല്ലൊരു കാര്യമാണെന്ന്. ഇസ്സേ ആദ്മിക്ക് ജീവൻ മേ സംയം ആ ജാത്ത ഹെ, അതുകൊണ്ട് മനുഷ്യരുടെ ജീവിതത്തിൽ ഒരു കൺട്രോൾ, ഡിസിപ്ലിൻ അഥവാ ചിട്ട വരുന്ന. ദൂസറോ കാ ഉസ് പർ സ്നേഹ ഹോനെ ലഗ്താ ഹെ, മറ്റുള്ളവരും അവരെ സ്നേഹിക്കാൻ തുടങ്ങും അതുമൂലം. പറഞ്ഞാൽ നമ്മൾ നല്ലത് ചെയ്യുമ്പോൾ നമ്മളെ ആൾക്കാർ ഇഷ്ടപ്പെടും. और उसके कारोबार में ഉന്നതി ഹോത്തി ഹെ, അവരുടെ ഉദ്യോഗത്തിൽ പ്രൊഫഷനോ എന്താന്ന് അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ അതിൽ ഉന്നതി ഉണ്ടാവും. ലേക്കിൻ ഈസ് ജറാസി ബാത് പർ 4 പന്നെ കേസ് ലിഖെ, അതൊക്കെ ശരിയാണ്, പക്ഷേങ്കിൽ ഈ ഒരു ചെറിയൊരു കാര്യത്തിൽ 4 പേജ് എങ്ങനെയായിരുന്നു എഴുതുക മനുഷ്യൻ. ജോ ബാത്ത് ഏക് വാക്യമേ കഹി ജാ സക്കെ, ഏത് കാര്യമാണോ ഒരു സെൻറ്റൻസിൽ പറഞ്ഞു തീർക്കാൻ പറ്റുക, ഉസെ 4 പന്നോ മേ ലിഖ്നെ കി ജറൂരത്ത്, അതിനെ 4 പേജിൽ എഴുതാനുള്ള ആവശ്യം എന്താണ്. മേ തോ ഇസേ ഹിമാക്കത്ത് कहता हूँ, ഞാനിതിനെ ഹിമാക്കത്ത് അഥവാ ബേവക്കൂഫി, വിഡ്ഢിത്തം, ഫൂളിഷ്നെസ്, ഞാനിതിനെ വിഡ്ഢിത്തം എന്നേ പറയുള്ളൂ. യഹ് തോ സമയ കി കിഫായത്ത് നെഹി, കിഫായത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബച്ചത്ത്, സേവ്, ഇത് സമയത്തിന് സേവ് ചെയ്യൊന്നുമല്ല, ബൽക്കി ഉസ്ക ദുരുപയോഗ ഹെ, അതിൻ്റെ ദുരുപയോഗമാണ് ചെയ്യുന്നത് സമയത്തിനെ. की എന്തെന്നാൽ വ്യർത്ഥ മേ കിസി ബാത് കോ ठूस दिया जाए, ആവശ്യമില്ലാതെ വ്യർത്ഥ മേ വേസ്റ്റ് ആയിട്ട് ആവശ്യമില്ലാതെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിനെ ठूस दिया जाए എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുത്തിക്കയറ്റുക, പറഞ്ഞാൽ വെറുതെയെങ്കിലും ആവശ്യമില്ലാണ്ട് എന്തെങ്കിലുമൊക്കെ കുത്തിക്കയറ്റി എഴുതുക എന്നാണ് അർത്ഥം. ഹം ചാഹത്തെ ഹേ ആദ്മി കോ ജോ കുച്ച് കഹനാ ഹോ ഛട്ട്പട്ട് കഹദേ, ഞങ്ങൾ ആഗ്രഹിക്കുന്നതാണ് മനുഷ്യർക്ക് എന്താ പറയാനുള്ളത് എന്ന് വെച്ചാൽ ഛട്ട്പട്ട് കഹദേ, അതിനെ അങ്ങോട്ട് ഫട്ടാഫട്ട് അങ്ങോട്ട് അപ്പനി രാഹലേ, പിന്നെ അവരോട് പോകണവിടേക്ക് പോവുക, സ്ഥലം വിടുക, പറഞ്ഞാൽ അവരുടെ പണി എന്താ
വെച്ചാൽ ചെയ്യുക നോക്കുക. മഗർ നെഹി പക്ഷെ അങ്ങനെയല്ല. ആപ്കോ 4 പന്നെ റംഗനെ പടേങ്കെ നിങ്ങൾക്ക് 4 പേജ് എഴുതേണ്ടി വരും. റംഗനെ പടേങ്കെ എന്ന് വെച്ചാൽ അവിടെ എന്താ റംഗനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെയിൻറ്റ് ചെയ്യുക എന്നാണ് അർത്ഥം. അപ്പം 4 പേജ് പെയിൻറ്റ് ചെയ്യണം. അതിൻ്റെ അർത്ഥം എഴുതുക എന്നുള്ളതിനെയൊക്കെ പരിഹസിച്ച് പറയുകയാണ്. ചാഹെ ജैसे ലിഖിയെ और പന്നെ ബി പൂരെ ഫുൾ സ്കേപ്പ് ആക്കാർക്കെ എങ്ങനെയാണ് എഴുതേണ്ടത്? ആ പേജും എന്താണ് ഫുൾ സ്കേപ്പ് ഷേപ്പിലുള്ളതായിരിക്കണം. പറഞ്ഞാൽ ഫുൾ സ്കേപ്പ് ഷേപ്പിലുള്ള പേപ്പറിലായിരിക്കണം. പറഞ്ഞാൽ അപ്പോൾ കുറേ എഴുതണം എന്നർത്ഥം അല്ലേ. യഹ ഛാത്രോം പർ അത്യാചാർ നഹി തോ ഓർ ക്യാ ഹേ. ഇത് സ്റ്റുഡൻസിൻ്റെ മേലെ ടോർച്ചർ ചെയ്യുക എന്നല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ്? അത്യാചാർ എന്ന് വെച്ചാൽ ടോർച്ചർ ചെയ്യുക. നമ്മൾ മലയാളത്തിൽ അത്യാചാർ എന്ന് യൂസ് ചെയ്യും. അനർത്ഥ് തോ യഹ് ഹേ കി കഹാ ജാത്താ ഹേ സംക്ഷേപ് മേ ലിഖോ. അനർത്ഥ് അർത്ഥത്തിൻ്റെ ഓപ്പോസിറ്റാണ് അനർത്ഥ്. പറഞ്ഞാൽ അർത്ഥമില്ലാത്ത കാര്യം. അപ്പോൾ അർത്ഥമില്ലാത്ത കാര്യം ഇവിടെ എന്താണ്? യഹ് ഹേ ഇതാണ്. കഹാ ജാത്താ ഹേ പറയുന്നത് എന്താണ്? സംക്ഷേപ് മേ ലിഖോ ബ്രീഫിൽ എഴുതാൻ. സംക്ഷേപ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ബ്രീഫ് അഥവാ ചുരുക്കി എഴുതുക അല്ലേ, സമ്മറി. അപ്പോൾ ബ്രീഫിൽ എഴുതാനും പറയും, എന്നിട്ട് എന്ത് പറയും? 4 പേജ് എഴുതാനും പറയും. സമയ കി പാബന്ദി പർ സംക്ഷേപ് മേ ഏക് നിബന്ധ ലിഖോ. സമയ കി പാബന്ദി എന്ന വിഷയത്തിൽ അഥവാ പങ്ക്ച്വാലിറ്റി എന്ന വിഷയത്തിൽ സംക്ഷേപ് മേ ചുരുക്കിയിട്ട് ബ്രീഫായിട്ട് ഒരു എസ്സേ എഴുതണം. ജോ 4 പന്നെ സേ കം ന ഹോ. അത് 4 പേജിൽ നിന്ന് കുറവാവരുത്. ഠീക്ക് മതിയോ? ശരിയോ? അപ്പം അതിൻ്റെ അർത്ഥം എന്താ പറയുന്നത്? 4 പേജിൽ കുറവാവരുത്, എസ്സേ ആണ്. എന്നിട്ട് എന്താണ്? ബ്രീഫായിട്ട് എഴുതാനും പറയും. അപ്പം ഇതിലെന്താ ഒരു അർത്ഥമുള്ളത്? അപ്പോൾ ഇതൊക്കെ വലിയേട്ടൻ്റെ കണ്ടുപിടുത്തങ്ങളാണ് അല്ലേ. ബഡേബായിയുടെ പറയുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. സംക്ഷേപ് മേ തോ 4 പന്നെ ഹുവേ നഹി ഷായത് 100-200 പന്നെ ലിഖ്വാത്തെ. സംക്ഷേപം എന്ന് ഇവർ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അപ്പം തന്നെ 4 പേജ് ആയി കഴിഞ്ഞു. അപ്പോൾ സംക്ഷേപം അല്ലാതെ ആണെന്നുണ്ടെങ്കിൽ ഷായദ് ഒരു പക്ഷേ 100-200 100-200 പേജ് എഴുതിപ്പിക്കുമായിരിക്കും ഇവർ. തേജ് ബി ദോടിയേ ഓർ ധീരെ ധീരെ ബി. സ്പീഡിലും ഓടണം പതുക്കെയും. പറഞ്ഞാൽ സ്പീഡിൽ ഓടുക എന്നുള്ളത് തന്നെ എന്താണ്? സ്പീഡാണ്. പിന്നെ പതുക്കെ എന്നൊക്കെ പറയണ പോലെയാണ് എന്ന് പറയാണ്. ഹേ ഉൾട്ടി ബാത്ത് ഹേ നെഹി. തലതിരിഞ്ഞ കാര്യമല്ലയോ. ഉൾട്ടി എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ആയിട്ടുള്ള കാര്യമല്ലയോ, അതെയല്ലേ എന്ന് ചോദിക്കുകയാണ്. ബാലക് ബി ഇത്തിനി സി ബാത് സമജ് സക്താ ഹൈ. ചെറിയ കുട്ടിയും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ലേക്കിൻ ഇൻ അധ്യാപകോं को इतनी തമീസ് ബി നഹി. എന്നാൽ ഈ അധ്യാപകർക്ക് ഇത്ര മര്യാദ കൂടിയില്ല. തമീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മര്യാദ ഇല്ല. ഉസ് പർ ദാവാ ഹേ കി ഹം അധ്യാപക് ഹേ. എന്നിട്ട് അവർ പറയണത് എന്താണ്? പറഞ്ഞാൽ ദാവാ ഹേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥാപിക്കുക ആണ് എന്ന് പറയുക, ഞങ്ങൾ അധ്യാപകരാണ്. മേരെ ദർജ മേ ആവോगे ലാല. എൻ്റെ ക്ലാസ്സിൽ നീ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, പറഞ്ഞാൽ ഞാൻ പഠിക്കണത് ഏത് ക്ലാസ്സിലാണോ ആ ക്ലാസ്സിൽ നീ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലാല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ചെറിയ അനുജനെ വിളിക്കുകയാണ് ലാല എന്ന്, കുട്ടികളെ വിളിക്കണ പോലെ. तो ये सारे पापड़ बेलने पड़ेंगे और तब आटे दाल का भाव मालूम होगा. അപ്പോൾ പാപ്പട് ബേൽന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അതും ഒരു മുഹാവരയാണ്. ടു വർക്ക് ഹാർഡ് പറഞ്ഞാൽ ഒരുപാട് പരിശ്രമിക്കുക തന്നെയാണ് അതിൻ്റെയും അർത്ഥം. പാപ്പട് ബേൽന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പടം പരത്തുക. ബേൽന എന്ന് വെച്ചാൽ നമ്മൾ ചപ്പാത്തി പരത്തില്ലേ, അതുപോലെ പരത്തുക, പപ്പടം ഉണ്ടാക്കുക. അപ്പോൾ അത് കുറച്ച് പണിയുള്ള കാര്യമല്ലേ, പരിശ്രമിക്കേണ്ടത്. അപ്പോൾ അതാണ് അർത്ഥം. അതിൻ്റെ അർത്ഥം ഇവിടെ പരിശ്രമിക്കാം. ടു വർക്ക് ഹാർഡ്. പിന്നെ ആട്ടെ ദാൽ കാ ഭാവ് മാലൂം ഹോന. ആട്ട എന്ന് വെച്ചാൽ ആട്ട തന്നെയാണ്, ഗോതമ്പ് മാവ്. ദാൽ എന്ന് വെച്ചാൽ പരിപ്പ്. ഭാവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? മൂല്യം അഥവാ വില, വാല്യൂ എന്നൊക്കെ പറയാം. അപ്പോൾ പരിപ്പിൻ്റെയും പിന്നെ എന്താണ് ആട്ടടിയൊക്കെ വില മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പരിപ്പും പിന്നെന്താണ് ആട്ടയൊന്നും അല്ല അവിടെ കാര്യം. നമുക്ക് ഓരോ കാര്യത്തിൻ്റെയും വില മനസ്സിലാവുക, നമുക്ക് എന്താണെന്ന് എക്സാക്ട്ലി മനസ്സിലാവുക. അത് പറഞ്ഞാൽ മുസീബത്ത് മേ ഹോനെ വാലി കഷ്ടം എന്നൊക്കെ പറയാം. പറഞ്ഞാൽ ഭയങ്കര ഓൾറെഡി കഷ്ടത്തിലാണ്, പിന്നെ അതിൽ പിന്നെയും കഷ്ടങ്ങൾ എന്ന് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ 2-3 അർത്ഥങ്ങൾ വരും ഇത്. ഖുദ് കമാക്കർ ഖാന. അപ്പം നമ്മൾ സ്വയം സമ്പാദിച്ചാലേ നിനക്ക് അതിൻ്റെയൊക്കെ വില അറിയുള്ളൂ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ സ്വയം ചെയ്യുമ്പോഴേ അതിൻ്റെയൊക്കെ വില അറിയുള്ളൂ, അതിൻ്റെയൊക്കെ കഷ്ടതകൾ മനസ്സിലാവുള്ളൂ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ പറയണത്? അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ വരുന്ന സമയത്ത് ഈ സാരി പാപ്പഡ് ബേലിനെ പഠിക്കുക. നിനക്ക് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. പിന്നെ അത് കൂടാതെ ആട്ടെ ദാൽക്ക ഭാവ് മാലൂം ഹോക. അപ്പോൾ അതിൻ്റെ വില, അതിൻ്റെ വാല്യൂ, പറഞ്ഞാൽ എത്രത്തോളം കഷ്ടപ്പെടണം എന്നൊക്കെ നിനക്ക് അപ്പോഴേ മനസ്സിലാവുള്ളൂ എന്നാണ് പറയുന്നത്. ഈസ് ദർജെ മേ അവൽ ആകെ ഹോ. ഈ ക്ലാസ്സിൽ നീ ഫസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ तो ज़मीन पर पाव नहीं रखते. പിന്നെ നീ താഴെ നിലത്ത് കാല് വെക്കില്ല. ജമീൻ പർ പാവ് നഹി രക്തേ, നിലത്ത് കാല് വെക്കില്ല. അതും ഒരു ഈഡിയമാണ്, ഒരു മുഹാവരയാണത്. അതിൻ്റെ അർത്ഥം എന്താണ്? കാല് നിലത്തല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എവിടെയാണ്? നിലത്തുനിന്ന് മുകളിൽ കാല്. അപ്പോൾ നമ്മൾ എന്താണ്? നടക്ക് ഓടുമെന്നല്ല, അപ്പോൾ നമ്മളെന്താ? പറക്കുക അല്ലേ. അതിൻ്റെ അർത്ഥം വളരെ സന്തോഷവാനാകുക.
ബഹുത് ഖുഷി ഹോന, വളരെയധികം സന്തോഷമാവുക. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, കുറച്ച് ഒരു ഗർവ് വരിക, അല്ലെങ്കിൽ ഗമണ്ട് ഹോന എന്നൊക്കെ പറയാം. പറഞ്ഞാൽ നമുക്ക് ഒരുപാട് വലിയ വലിയ കാര്യങ്ങളിൽ നമ്മൾ സക്സസ് ആവുന്ന സമയത്ത് ഒരു ഭാവം വരില്ലേ, അപ്പോൾ അതൊക്കെയാണ് ഇവിടെ ജമീൻ പർ പാവ് നഹി റഖ്ന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ മലയാളത്തിലും പറയില്ലേ, അവൻ്റെ കാല് നിലത്തൊന്നുമല്ല എന്ന് പറയില്ലേ, അതേ മീനിങ് തന്നെയാണ് ഇവിടെയും കേട്ടോ. ഇസ്ലിയെ മേരാ കഹന മാനിയെ, അപ്പോൾ എന്താ പറഞ്ഞത്, എൻ്റെ ഈ ക്ലാസ്സിൽ നീ ഫസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ പറഞ്ഞാൽ എന്താണ്, അപ്പോൾ സമ്മതിച്ചു. ഇസ്ലിയെ മേരാ കഹന മാനിയെ, അതുകൊണ്ട് ഞാൻ പറയണത് കേൾക്ക്. ലാക്ക് ഫെയിൽ ഹോ ഗയാ ഹൂँ, ഞാൻ ലക്ഷം പ്രാവശ്യം ഫെയിൽ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ലേക്കിൻ തുംസെ ബഡാ ഹൂँ, ഞാൻ നിന്നെക്കാട്ടിലും വലുതാണ്. സൻസാർ കാ മുझे തുംസെ കहीं ज़्यादा അനുഭവ് ഹെ, ലോകത്തിനെ പറ്റിയിട്ട് എനിക്ക് നിന്നെക്കാട്ടിലും അനുഭവങ്ങളുണ്ട്. ജോ കുച്ച് കഹത്താ ഹൂँ ഉസേ ഗിരഹ് ബാന്ധിയെ നഹി പസ്തായേഗ, ജോ കുച്ച് കഹത്താ ഹൂँ, ഞാൻ എന്ത് പറയുന്നോ അതിനെ ഗിരഹ് ബാന്ധിയെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെട്ടിവെച്ചോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പക്ക കേൾക്കേണ്ട ഒരു കാര്യമാണെന്നർത്ഥം. ഗാട്ട് ബാന്ധന എന്നും പറയും ഗിരഹ് ബാന്ധിയെ എന്ന് പറയുന്നതിന്. നമ്മൾ പറയില്ലേ, നീ അത് 100% അത് കെട്ടിവെച്ചോ, അല്ലെങ്കിൽ അത് പക്ക ആണെന്ന് പറയില്ലേ, അതിനാണ്. അപ്പോൾ ഗിരഹ് ബാന്ധിയെ നഹി പസ്തായേഗ, ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് പശ്ചാത്തപിക്കേണ്ട ആവശ്യം വരില്ല. സ്കൂൾ കാ സമയ നിക്കട്ട് താ, സ്കൂളിൻ്റെ സമയമാകാറായി. നഹി ഈശ്വർ ജാനെ യഹ് ഉപദേശമാല കബ് സമാപ്ത് ഹോഗി, ഈശ്വരനും കൂടി അറിയില്ല ഈ ഉപദേശമാല. മാല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിനോടൊന്ന് യോജിച്ചിട്ടല്ലേ മാല, അതാ പറയുന്നത് ഈ ഉപദേശത്തിൻ്റെ മാല, ഒന്നിന് പുറകെ ഒന്ന് എപ്പോൾ കഴിയുമെന്ന്. ഭോജൻ ആജ് മുझे നിസ്വാദ് സാ ലഗ് രഹാ താ, ഭക്ഷണം എനിക്കിന്ന് സ്വാദില്ലാതെ തോന്നുന്നുണ്ടായിരുന്നു. നിസ്വാദ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിനാ സ്വാദ് കാ, സ്വാദില്ലാതെ തോന്നുന്നുണ്ടായിരുന്നു. जब पास होने पर यह तिरस्कार हो रहा है तो फेल हो जाने पर तो शायद प्राण ही ले लिए जाए. जब പാസ് होने पर പറഞ്ഞാൽ ഞാൻ പാസ്സായിട്ടാണ് ഈ തിരസ്കാരം പറഞ്ഞാൽ ഈ നിഷേധിക്കൽ ഇവിടെ സംഭവിക്കുന്നത്, ഇതുപോലെ സംസാരിക്കുന്നത്. तो फेल हो जाने पर, എങ്ങാനും ഞാൻ ഫെയിൽ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷായദ് പ്രാൺ ഹി ലേ ലിയെ ജായ്, എൻ്റെ ജീവൻ എന്നെ എടുക്കും, എൻ്റെ പ്രാണൻ എന്നെ എടുക്കും. ഭായ് സാഹബ് ने अपने दर्जे की पढ़ाई का जो भयंकर चित्र खींचा था, ഭായ് സാഹബ് തൻ്റെ ക്ലാസ്സിൻ്റെ പഠിപ്പിൻ്റെ പറഞ്ഞാൽ ഏത് ക്ലാസ്സിലാണോ പഠിക്കുന്നത് അതിൻ്റെ പഠിപ്പിനെ പറ്റിയിട്ട് ഈ ഭയങ്കരമായിട്ടുള്ള ചിത്രം വരച്ച് കാണിച്ചു. പറഞ്ഞാൽ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്തത്. ഉസ്നെ മുझे ഭയഭീത് കർ ദിയ, എന്നെ വല്ലാണ്ട് ഭയഭീതനാക്കി, ഞാൻ വല്ലാണ്ട് പേടിച്ചു പോയി. സ്കൂൾ ചോഡ്കർ ഘർ നഹി ഭാഗ യഹി താജുബ് ഹെ, സ്കൂളിൽ നിന്ന് വിട്ടിട്ട് ഞാൻ വീട്ടിലേക്ക് ഓടിപ്പോയില്ല, ഇത് തന്നെ അത്ഭുതമാണ്. താജുബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ഭുതമാണ്. ലേക്കിൻ ഇത്തനെ തിരസ്കാർ പർ ബി പുസ്തകോ മേ മേരി അരുചി ജോം കീത്യോ ബനി രഹി, ഇത്ര തിരസ്കാരം ആയിട്ടും കൂടിയിട്ട്, ഇത്ര നിഷേധിച്ചിട്ടും കൂടിയിട്ട് പുസ്തകോ മേ മേരി അരുചി, പുസ്തകത്തിൽ എൻ്റെ ഇൻട്രസ്റ്റ് ഇല്ലായ്മ, രുചിയുടെ ഓപ്പോസിറ്റ് ഇൻട്രസ്റ്റ് ഇല്ലായ്മ, ജോം കി ത്യോം ബനി രഹി, അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. പറഞ്ഞാൽ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ശരിയാണ്, എനിക്കും പഠിക്കണം, പഠിച്ചാലേ നന്നാവുള്ളൂ എന്നൊന്നും എനിക്ക് തോന്നിയില്ല എന്നർത്ഥം. എൻ്റെ ആ ഇൻട്രസ്റ്റ് ഇല്ലായ്മ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. ഖേൽ കൂദ് കാ കോയി അവസർ ഹാത്ത് സേ ന ജാനെ ദേത്ത, കളിക്കാനുള്ള ഓരോ അവസരങ്ങളും ഒരു ചാൻസും ഞാൻ മിസ്സാക്കില്ല. ഹാത്ത് സേ ന ജാനെ ദേത്ത എന്ന് വെച്ചാൽ കയ്യിൽ നിന്ന് ഞാൻ മിസ്സാക്കില്ലായിരുന്നു, നഷ്ടപ്പെടുത്തില്ലായിരുന്നു. പഠിത്താ ഭി മഗർ ബഹുത് ഹം, പഠിക്കുമായിരുന്നു ഞാൻ, പക്ഷേ വളരെ കുറച്ച്. ബസ് ഇത്തന കി റോജ് ടാസ്ക് പൂരാ ഹോ ജായ്, ഇത്രയും പഠിക്കുള്ളായിരുന്നു. റോജ് ടാസ്ക് പൂരാ ഹോ ജായ്, ഡെയിലിത്തെ അത്യാവശ്യം പഠിപ്പ് കംപ്ലീറ്റ് ആവുമായിരുന്നു. ഓർ ദർജെ മേ ജലീൽ നാ ഹോനാ പടേ, ക്ലാസ്സിൽ ജലീൽ ഹോന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ മാനിത് ഹോന, ഇൻസൾട്ട് ആവുക. പറഞ്ഞാൽ എന്തെങ്കിലും ചോദിക്കുകയോ പറയുകയോ ചെയ്ത് ഒന്നും മനസ്സിലാവാണ്ട് അല്ലെങ്കിൽ ക്ലാസ്സിൽ എണീപ്പിച്ച് നിർത്തുകയൊക്കെ ചെയ്യില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ. അപ്പോൾ അങ്ങനെ ക്ലാസ്സിൽ ഇൻസൾട്ട് ആവരുതല്ലോ, അത്രയ്ക്ക് മാത്രം ഞാൻ അത്യാവശ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത്. അപ്പനെ ഊപ്പർ ജോ വിശ്വാസ് പേദാ ഹുവാ താ, എനിക്ക് എൻ്റെ മേലെ തന്നെ ഒരു വിശ്വാസം ഉണ്ടായി. അത് വഹ് ഫിർ ലുപ്ത് ഹോ ഗയാ, പറഞ്ഞാൽ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു പാസ്സായിക്കൊണ്ടിരുന്നപ്പോൾ, പക്ഷേ ഇപ്പം അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. ലുപ്ത് ഹോ ഗയാ പറഞ്ഞാൽ ലോസ്, ലുപ്ത് എന്ന് വെച്ചാൽ അതൊക്കെ പക്ഷേ പോയി ഇപ്പോൾ. और फिर ചോറോ കാ സ ജീവൻ കട്ടനെ ലഗാ, പിന്നെ കള്ളന്മാരെ പോലുള്ള ഒരു ജീവിതം ആയിപ്പോയി. പറഞ്ഞാൽ പേടിച്ച് പോലെയോ അങ്ങനെയൊക്കെയുള്ള ഒരു ജീവിതം ആയിപ്പോയി. ഇനി ബാക്കിയുള്ളത് 3rd പാർട്ടായിട്ട് ഇടുന്നുണ്ട് കേട്ടോ.